ശിവപ്രസാദ്, ഈ പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുസ്തകമെല്ലാം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്ന തരത്തിൽ കോൺഗ്രസ് പ്രതിനിധിയായിട്ടുള്ള ഡോക്ടർ ഹരി പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണ് ആര് ജയിച്ചെന്ന്. ഇങ്ങനെയല്ല, അദ്ദേഹം പറഞ്ഞതാണ് ആര് ജയിച്ചെന്ന് പോലും അറിയാതെ ഇത്ര വേഗത്തിൽ ഈ പുസ്തകമൊക്കെ തയ്യാറാക്കി വെച്ചിട്ട് എന്ത് കാര്യമാണ് എന്ന് ചോദിക്കുന്ന നിലയിലാണ് മുൻ പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തെ സമീപിച്ചത്. പ്രതിപക്ഷ നേതാവല്ല, മുൻ പ്രതിപക്ഷ നേതാവെന്നാ പറഞ്ഞത്. പ്രതിപക്ഷ നേതാവാണ്, മുൻ പ്രതിപക്ഷ നേതാവ്. ശരി ശരി, ഓക്കെ. ഹരിക്ക് ആഗ്രഹം ഉണ്ടാവായിരിക്കും, പക്ഷേ അന്ന് സമ്മതിച്ചില്ല രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവാകാൻ. ശരി, ശ്രീ ശിവപ്രസാദ്, രണ്ടുപേരുടെയും പ്രസ്താവന കേരളം കണ്ണു തുറന്ന് ചർച്ച ചെയ്യേണ്ട പ്രസ്താവനകളാണ്. അതിൽ ആദ്യത്തെ പ്രസ്താവന ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവനയാണ്. യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിനകത്ത് കോൺഗ്രസ് പങ്കുവെക്കുന്ന രാഷ്ട്രീയം പൊതുവിൽ നാം പരിശോധിച്ചാൽ, അത് ഇന്നത്തെ വിഷയം മാത്രമല്ല, പൊതുവിൽ നാം പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ ഒരു പാർട്ടിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയം എന്താണെന്ന് വളരെ കൃത്യമായി വ്യക്തമാക്കുന്നതാണ് കോൺഗ്രസ് പങ്കുവെക്കുന്ന രാഷ്ട്രീയം. അതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവർ ആഭ്യന്തര വിഷയത്തിൽ ഒരു നിലപാട് പറയാനോ ഇടപെടാനോ കഴിയുന്ന ഒരാളല്ല ഞാനെങ്കിൽ കൂടി നാം മനസ്സിലാക്കേണ്ടത്, ഒരു രാഷ്ട്രീയ പ്രവർത്തകനിൽ നിന്നോ നേതാവിൽ നിന്നോ ഒരു പാർട്ടിയുടെ നേതൃത്വം ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ ഏറ്റെടുക്കുമ്പോൾ ഒരു പാർട്ടിക്കുണ്ടാവുന്ന അപജയമാണ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസിനുണ്ടായിരിക്കുന്നത്. കാരണം കനകോലു പറഞ്ഞിരിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ എല്ലാ വികസന നേട്ടങ്ങളെയും നിങ്ങൾ ആക്രമിക്കണം. അപ്പോൾ ആക്രമിക്കേണ്ട ഏതൊക്കെ വികസന നേട്ടങ്ങളാണ്? ഒന്നാമത്തെ വികസന നേട്ടം പൊതുവിദ്യാഭ്യാസ മേഖല, രണ്ടാമത്തെ വികസന നേട്ടം ആരോഗ്യരംഗത്ത് നേട്ടം, മൂന്നാമത്തെ നേട്ടം കേരളത്തിലെ പൊതു രംഗത്തുണ്ടായ വളർച്ച. വിവിധ വികസന മേഖലകളെ തകർക്കണം, അതിനെ ഇടിച്ചു താഴ്ത്തി കാണിക്കണം, അതിനെതിരെ അപവാദപ്രചരണം നടത്തണമെന്ന് നിർദ്ദേശം കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കനകോലു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവരുടെ ഓരോ നേതാക്കന്മാരും ഓരോ വിഭാഗമായി ഏൽപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ പാവപ്പെട്ട രമേശ് ചെന്നിത്തല ഏൽപ്പിച്ചത്, ബഹുമാനപ്പെട്ട പാവപ്പെട്ട രമേശ് ചെന്നിത്തല ഏൽപ്പിച്ചത് വിദ്യാഭ്യാസ മേഖലയായിരിക്കാം. അദ്ദേഹം എൻ്റെ നാട്ടിൽ MLA കൂടിയാണ്, കുറേയൊക്കെ മാന്യമായി രാഷ്ട്രീയം പറയാൻ ശ്രദ്ധിക്കുന്ന ഒരാളാണെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. നിർഭാഗ്യവശാൽ ശ്രീ VD സതീശൻ പറയുന്ന നിലവാരമില്ലാത്ത രാഷ്ട്രീയത്തോട് പിടിച്ചു നിൽക്കാനുള്ള തത്രപ്പാട് കൊണ്ടാവാം ഒരു പക്ഷേ ഒരു നിലവാരവും ഇല്ലാത്തൊരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. നോക്കൂ, ഇത് കേരളത്തിനകത്ത് LDF ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയുടെ ഗുണഫലമല്ലേ കേരളത്തിനകത്ത് കഴിഞ്ഞ 10 വർഷക്കാലം പാഠപുസ്തകം മുടങ്ങാതെ കുഞ്ഞുങ്ങൾക്ക് ലഭിച്ചതെന്ന് ആർക്കാണ് നിരസിക്കാൻ കഴിയുന്നത്? ബോധവും വിവേകവും ഉള്ള കേരളത്തിൽ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന് നിഷേധിക്കാൻ കഴിയുന്നതാണോ? ഏതായാലും അദ്ദേഹം പറഞ്ഞൊരു കണക്ക് വളരെ ശ്രദ്ധയാണ്. കോൺഗ്രസ് പ്രതിനിധി അടിക്കാനുള്ള വടി വെട്ടി തന്നിട്ടാണ് അദ്ദേഹത്തിന് ചർച്ച അവസാനിപ്പിച്ചത്. 2007 പാഠപുസ്തക പരിഷ്കരണ നിയമത്തിൻ്റെ പാഠ്യപദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ എല്ലാ 5 വർഷവും പാഠപുസ്തകം പരിഷ്കരിക്കുന്നു നോക്കി അദ്ദേഹം വളരെ സമൃദ്ധമായി സമൃദ്ധിക്കാൻ ശ്രമിച്ചു. നല്ല കാര്യം. ഞാൻ ചോദിക്കുന്നത്, 2007 ശേഷമാണല്ലോ 2011 കേരളത്തിൽ UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. ഇന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട പറയുന്ന പല നുണകളിൽ പ്രധാനപ്പെട്ട ഇന്നത്തെ മറ്റൊരു നുണ, ഒരു വർഷം മാത്രമാണ് കേരളത്തിലെ UDF ഗവൺമെൻറ് ഉള്ളപ്പോൾ പാഠപുസ്തകം മുടങ്ങിയെന്നാണ്. അപ്പോൾ തുറന്നാൽ നുണ മാത്രം പറയുന്ന ആളായി പ്രതിപക്ഷ നേതാവ് മാറുമെന്ന് അദ്ദേഹം വാശി പിടിച്ചാൽ അദ്ദേഹത്തെ തിരുത്താനോ അദ്ദേഹത്തെ കൊണ്ട് സത്യം പറയിപ്പിക്കാനോ ഞാൻ ആളല്ല, കേരളത്തിലെ ഇടതുപക്ഷത്തിലെ ഒരു പ്രവർത്തകനും ആളല്ല, ആരും ശക്തരുമല്ല. കാരണം നുണ പറയാൻ തീരുമാനിച്ച ഒരാൾ നുണ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ സത്യം എന്താ? ഇവർ ഈ പറയുന്ന പോലെ 2011 UDF ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നു. 2011 പാഠപുസ്തകം കേരളത്തിലെ ഗവൺമെൻറ് സ്കൂളിൽ കൊടുത്തു. കാര്യം എന്താ? 2011 മുമ്പ് കേരളത്തിലുണ്ടായിരുന്ന VS ഗവൺമെൻറ്റിൽ പുസ്തകങ്ങൾ അച്ചടി പൂർത്തിയാക്കി ആ പുസ്തകങ്ങൾ കേരളത്തിലെ ഗവൺമെൻറ് വിതരണം ചെയ്തു. 2012 സ്ഥിതി എന്താ? 2012 40% മാത്രമാണ് ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്യാൻ വേണ്ടി കഴിയും. 40% പാഠപുസ്തകങ്ങൾ മാത്രമാണ് കേരളത്തിനകത്ത് 2012 ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്യാൻ കഴിഞ്ഞത്. സംശയമുണ്ടെങ്കിൽ കേരളത്തിലെ നിയമസഭയിൽ 2012 പാഠപുസ്തക വിതരണം താളം തെറ്റിനെ സംബന്ധിച്ച് അടിയന്തര പ്രമേയത്തിന് അവകാശം ഉന്നയിച്ച് നോട്ടീസ് നൽകപ്പെട്ടിട്ടുണ്ട്. ചർച്ച ചെയ്തിട്ടില്ല ഗവൺമെൻറ്. കേരളത്തിലെ നിയമസഭ ചർച്ച ചെയ്യാൻ വേണ്ടി നോട്ടീസ് നൽകപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. 2012. ഇനി 2013 വന്നാൽ 2013 2ാം വോളിയം നവംബർ മാസത്തിൽ പോലും കേരളത്തിൻ്റെ പള്ളിക്കൂടങ്ങളിൽ UDF ഗവൺമെൻറ് എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. ഇതാർക്കാണ് മറക്കാൻ കഴിയുന്നത്? ഇനി 2013 വന്ന് 2013 2ാം വോളിയം നവംബർ മാസം എത്തിയിട്ട് പോലും കൊടുത്തില്ല. 2014 ചില ജില്ലകളിൽ മാത്രം, ചിലപ്പോൾ ഒരു വർഷം ചില ജില്ലകളിൽ കൊടുത്ത കാര്യമായിരിക്കാം VD സതീശൻ പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ അദ്ദേഹത്തെ അംഗീകരിക്കുന്നു. 2014 അത്ര മാരകമായ നിലയിൽ ഈ വിഷയം ഉയർന്നു വന്നില്ല. ചില ജില്ലകളിൽ മാത്രമാണ് പാഠപുസ്തകത്തിന് ലഭ്യതക്കുറവുണ്ടായിരുന്നത്. 2015 എന്താ സംഭവിച്ചത്? 2015 43 ലക്ഷത്തോളം പാഠപുസ്തകങ്ങൾ അച്ചടിച്ച് വിതരണം ചെയ്യേണ്ടടുത്ത് കേരളത്തിലെ കുട്ടികൾക്ക് ഓണപ്പരീക്ഷ പടിവാതിൽക്കൽ എത്തിയുമ്പോൾ പോലും പാഠപുസ്തകം കൊടുക്കാൻ അന്ന് കേരളം ഭരിച്ച UDF ഗവൺമെൻറ് ആയോ? ഏത് പാഠ്യപദ്ധതി പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് UDF ഗവൺമെൻറ് പാഠപുസ്തകം അച്ചടിച്ച് കൊടുക്കാൻ സാധിക്കാതെ പോയത്? 43 ലക്ഷം പാഠപുസ്തകങ്ങൾ കേരളത്തിനകത്ത് വിതരണം ചെയ്തില്ല. എന്നിട്ടോ ഓണമായി ഓണപ്പരീക്ഷ നടക്കുന്ന കേരളത്തിൽ
ഓണപ്പരീക്ഷ മാറ്റിവെക്കേണ്ടി വന്നൊരു ഗതികേട് കേരളത്തിനകത്ത് മറ്റേതെങ്കിലും ഒരു ഗവൺമെൻറ് ഉണ്ടായിട്ടുണ്ടോ? UDF ഗവൺമെൻറ്റിനല്ലാതെ. അന്നത്തെ വിശ്വപ്രസിദ്ധമായൊരു വാചകമുണ്ട് കേരളത്തിലെ ഒരു മനുഷ്യനും ഒരു കൊച്ചുകുഞ്ഞും ഇന്നും അത്ര വേഗം മറക്കാൻ സാധ്യമില്ലാത്ത വാചകമാണ്. കോൺഗ്രസ് പ്രതിനിധിക്ക് ഒന്ന് പൊടിതട്ടിയെടുത്താൽ ആ വിശ്വപ്രസിദ്ധമായ കോൺഗ്രസ് ഓഫീസിലും ലീഗ് ഓഫീസിലും തങ്കലിപിലാൽ എഴുതി വെക്കപ്പെട്ട ഒരു വാചകം നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വരും. എന്തായിരുന്നു അന്നത്തെ പ്രഗത്ഭനായ വിദ്യാഭ്യാസ മന്ത്രിയുടെ വാചകം? ഓണം നേരത്തെ ആയിപ്പോയതാണ്, അല്ലാതെ പാഠപുസ്തകം അച്ചടിക്കാൻ ഞങ്ങൾ താമസിച്ചതല്ല. ഓണം നേരത്തെ ആയിപ്പോയതുകൊണ്ടാണ് പാഠപുസ്തകം ഞങ്ങൾക്ക് വിതരണം ചെയ്യാൻ പറ്റാതെ പോയത് എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, ഈ ജെൻസികളോടൊക്കെ നമ്മളിതൊക്കെ പറഞ്ഞാൽ ഇതൊരു ന്യൂ നോർമൽ തമാശയായിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ പുതിയ കാലത്തെ ജെൻസി വിദ്യാർത്ഥിനിയൊക്കെ എടുക്കൂ. ഏതായാലും ഒരു കാര്യത്തിൽ ഞങ്ങൾ ശ്രീ രമേശ് ചെന്നിത്തലയെ സ്വാഗതം ചെയ്യുകയാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യമെന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ കൂടി ഈ കാര്യങ്ങളെല്ലാം വീണ്ടും കേരളത്തിനകത്ത് ചർച്ചയാക്കാൻ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഗുണം ചെയ്തു എന്നതാണ് ഞാൻ കാണുന്നത്. കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ. ഈ 2015 നിന്ന് 2016 ശേഷം കേരളത്തിൽ വന്ന മാറ്റം എന്താണെന്ന് ഈ കേരളത്തിനകത്ത് സർക്കാർ പള്ളിക്കൂടങ്ങളിൽ എയ്ഡഡ് പള്ളിക്കൂടങ്ങളിൽ പഠിക്കുന്ന സാധാരണപ്പെട്ട കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് ഹൃദയം കൊണ്ടും ജീവിതം കൊണ്ടും തൊട്ടറിയാൻ കഴിയുന്നതല്ലേ? ഒരു തവണയെങ്കിലും കേരളത്തിനകത്ത് ഈ 10 വർഷക്കാലത്തിനിടയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് അവകാശപ്പെട്ട പാഠപുസ്തകം മുടങ്ങിയിട്ടുണ്ടോ? മുടങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, വേനലവധിക്കാലം ആരംഭിക്കുമ്പോൾ സാധാരണഗതിയിൽ UDF ഗവൺമെൻറ് കാലത്ത് കുട്ടികൾക്ക് ടീച്ചർമാർ ടാറ്റയാണ് കൊടുത്തതെങ്കിൽ LDF ഗവൺമെൻറ് വന്നപ്പോൾ വേനലവധിക്ക് പോകുന്ന കുഞ്ഞുങ്ങളുടെ കയ്യിലേക്ക് പാഠപുസ്തകം വെച്ച് കൊടുത്ത ജനകീയ ഗവൺമെൻറ്റാണ് ഇന്ന് കേരളത്തിൽ. ഞങ്ങൾ അഭിവാദ്യം ചെയ്യുകയാണ് വിദ്യാർത്ഥി പ്രസ്ഥാനം. ശിവപ്രസാദ്, അവിടെയല്ലേ മുൻ പ്രതിപക്ഷ നേതാവിൻ്റെ സംശയം? ജയിച്ചോ തോറ്റോ എന്ന് പോലും അറിയാതെ അടുത്ത വർഷത്തെ പാഠപുസ്തകം കൊടുത്തിട്ട് എന്ത് കാര്യം എന്നല്ലേ അദ്ദേഹം ചോദിച്ചത്? അദ്ദേഹത്തിന് ഒരു പക്ഷേ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ നിലവാരത്തിൽ സംശയം ഉണ്ടാവും. പക്ഷേ കേരളത്തിലെ ഗവൺമെൻറ് ഇത്തരം സങ്കുചിതമായ താല്പര്യങ്ങൾക്ക് പുറകെ പോകാൻ ഉദ്ദേശിക്കുന്നതല്ല. ശരിക്കും ഞാൻ ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ അഭിവാദ്യം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇത്ര മനോഹരമായി ഒരു പൊളിറ്റിക്കൽ മറുപടി ഈ രാജ്യത്തോ ലോകത്തോ മറ്റെവിടെയെങ്കിലും അടുത്ത കാലത്ത് കൊടുത്തതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടെന്ന് വന്നിട്ടില്ല. നിങ്ങൾക്ക് നോക്കൂ, ഈ വിമർശനം കുബുദ്ധിയോട് ഉന്നയിക്കപ്പെട്ട അതേ ദിവസം കേരളത്തിൻ്റെ ആരാധ്യനായ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തിനും ചേർന്ന് ചിരിക്കുന്ന മുഖങ്ങളുടെ കൈകളിലേക്ക്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിലേക്ക് ആ പാഠപുസ്തകം വെച്ച് കൊടുക്കുന്ന മനോഹരമായ പൊളിറ്റിക്കൽ മറുപടിക്കപ്പുറമായി ഈ പ്രസ്താവനയ്ക്ക് രാഷ്ട്രീയ കേരളം മറ്റെന്ത് രാഷ്ട്രീയ മറുപടിയാണ് പ്രിയപ്പെട്ട ശരത്തേട്ടൻ നൽകേണ്ടത്? ഇതിലും വലിയ രാഷ്ട്രീയ മറുപടി കേരളത്തിലെ UDFന് ലഭിക്കാനുണ്ടോ? ഇതിലും വലിയ രാഷ്ട്രീയ അടി കേരളത്തിലെ UDFന് ലഭിക്കാനുണ്ടോ? ഞാനതാണ് പറഞ്ഞു വന്നത്. ഈ കേരളത്തിനകത്തെ ഈ UDF കാലത്തെ കെട്ടകാലത്തെ സംബന്ധിച്ച് കേരളം ഗൗരവമായി ചർച്ച ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും ഗൗരവമായി ചർച്ച ചെയ്യാൻ പോകുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ UDFൻ്റെ കാലത്തുണ്ടായിരുന്ന പിന്നോട്ട് പോക്കും ഇടതുപക്ഷം വന്നപ്പോൾ ഉണ്ടായ മുന്നോട്ട് പോക്കുമാണെന്ന് കൃത്യമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ നേട്ടങ്ങളെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി കനകോലു എഴുതി കൊടുത്ത് തയ്യാറാക്കി കൊടുത്ത പദ്ധതിയുടെ ഭാഗമായി ഈ രാഷ്ട്രീയ വിമർശനം ഹതഭാഗ്യനായ ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവിനെ നടത്തിച്ചത്.